നമസ്കാരം. പുതിയൊരു കൃഷി സംബന്ധമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷി വീഡിയോകൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലൂടെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള വളങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യുവാൻ സാധിക്കും. നമുക്ക് വീടുകളിൽ എത്തിച്ചു നൽകുന്നുണ്ട്. ജൈവവളം, രാസവളം എല്ലാം തന്നെ നമ്മൾ എത്തിച്ചു നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും വളം, എന്തെങ്കിലും ഒരു വളങ്ങളൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നമ്മൾ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള കൃഷി നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാറുണ്ട്. ഒരുവിധം എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി കൃഷി. കാരണം നമ്മുടെ വീടുകളിലേക്കെങ്കിലും കുറച്ച് ആവശ്യത്തിന് ഇഞ്ചിയൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യേണ്ടത്, ഇത് സംബന്ധിച്ചുള്ള ഈ ഒരു ഇഞ്ചി എങ്ങനെയാണ് നടുന്നത്, ഇതൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു വീഡിയോ. വെറും 4 മിനിറ്റിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന കർഷകർ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെള്ളക്കെട്ട് നിലനിൽക്കാത്ത പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഇഞ്ചി കൃഷി. ആ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റ്. ഒരു കൃഷിയിടത്തിൽ തുടർച്ചയായി ഇഞ്ചി കൃഷി ചെയ്യാൻ പാടില്ല. അതായത് തുടർച്ചയായിട്ട് ഒന്ന് വിളവെടുത്ത് വീണ്ടും കൃഷി ചെയ്ത് അങ്ങനെ ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. തണൽ കൂടുതലുള്ള പ്രദേശങ്ങളിലും ഇഞ്ചി കൃഷി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരേക്കറിൽ നമുക്ക് ഒരേക്കർ സ്ഥലത്ത് എന്തുമാത്രം ഇഞ്ചി കൃഷിക്ക് അതിൻ്റെ വിത്തിൻ്റെ അളവ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഒരേക്കറിൽ ഇഞ്ചി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 600 കിലോഗ്രാമാണ്. ഒരേക്കറിൻ്റെ കാര്യമാണ് 600 കിലോഗ്രാം. അതായത് 8,000 മുതൽ 10,000 വിത്തുകൾ വരെ നമുക്കിതിന് ആവശ്യമായിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കൂടാതെ തന്നെ ഇഞ്ചി കൃഷിയുടെ കാലയളവ് എന്ന് പറയുന്നത് 6 മുതൽ 8 മാസം വരെയാണ്. 8 മാസ കാലയളവിന് നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും. ഈ ഒരു ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു വിളകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ വയ്ക്കുന്ന വിത്തുകൾ തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ഇൻറ്റു 20 സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് വേണ്ടത്. ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ജൈവവളം പ്രയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരേക്കറിന് പ്രത്യേകിച്ച് കന്നുകാലി വളമൊക്കെ ആണെങ്കിൽ ഒരേക്കറിന് 12 ടണ്ണാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഒരു ചെടിക്ക് 1.5 കിലോ വരെ ജൈവവളം ഉപയോഗിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ജൈവവളത്തിൽ കന്നുകാലി വളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൂട്ടു ജൈവവളമാണെങ്കിൽ 8 ടണ്ണ് ഒരേക്കറിന് ഉപയോഗിക്കണം. ഒരേക്കറിന് 8 ടണ്ണ്. അതായത് കൂട്ടുജൈവവളം ഒരേക്കറിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 8 ടണ്ണ് ഉപയോഗിക്കണം. കൂട്ടുജൈവവളം ഒരു പ്ലാന്റിന്, അല്ല ഒരു ചെടിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 കിലോ വീതം ഉപയോഗിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മറ്റ് ജൈവവളങ്ങൾ 8 ടൺ പെർ ഏക്കർ ആണെങ്കിലും മറ്റ് വേപ്പിൻ പിണ്ണാക്ക് 2 ടൺ പെർ ഏക്കറിന്, മണ്ണിര കമ്പോസ്റ്റ് 250 കിലോഗ്രാം പ്ലസ് ഏക്കറിന്. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ജൈവവള പ്രയോഗമുണ്ട്, രാസവളം ആവശ്യാനുസരണം പ്രയോഗിക്കാം എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. വളപ്രയോഗ രീതി, ജൈവവളത്തിൻ്റെ പ്രയോഗ രീതി എന്ന് പറയുന്നത് ജൈവവള പ്രയോഗം ആദ്യ പകുതി അടിവളമായിട്ടും 2ാം പകുതി 45 ദിവസത്തിന് ശേഷവും കൊടുക്കണം. ജൈവവളത്തോട് അനുബന്ധമായി അസോസ്പൈറിലം 15 കിലോ ഒരു ഏക്കറിന് കൊടുക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്ക് ഇഞ്ചി കൃഷിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഇത്